Sleeping with the fan on is extremely dangerous, and most people in America do it every single night. ഫാൻ ഇട്ടുകൊണ്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അമേരിക്കയിലുള്ള എല്ലാവരും ഇത് ചെയ്യുന്നതാണ്. ചൂടുള്ള എല്ലാ സ്ഥലത്തും ആളുകൾ ഫാൻ ഇട്ടുകൊണ്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. AI ലുക്കിംഗ് വീഡിയോയിൽ ഇവർ കുറേ കാര്യങ്ങൾ ഹെർബലായിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. You think the breeze is keeping you cool? It is actually launching a silent attack on your respiratory system. രാത്രി ഫാൻ നിങ്ങളുടെ ശരീരത്തിനകത്തൊരു സൈലന്റ് അറ്റാക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ വാദം. Moving air directed at your face rapidly evaporates the moisture from your mouth and nasal passages. Your body panics. It produces excess mucus to compensate. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എയർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വായും മൂക്കും ഒക്കെ ഡ്രൈ ആവുകയും ശരീരം മ്യൂക്കസ് ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ എയർവേസിനകത്തൊക്കെ മ്യൂക്കസ് സെൽസ് ഉണ്ട്. അത് മ്യൂക്കസ് സെൽസിൻ്റെ ജോലി മ്യൂക്കസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സാധാരണ പനി ജലദോഷമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഉള്ള മ്യൂക്കസ് പോലെയല്ല. സാധാരണഗതിയിൽ ആ എയർവേ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു മെക്കാനിസമാണ്, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ശരീരം ചെയ്യുന്ന ഒരു കാര്യമാണ്. This is why you wake up congested, stuffy, or with a pounding headache, and you blame allergies. It is not allergies. It is your bedroom. തലവേദനയായിട്ടൊക്കെ എണീക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആണ്. അല്ലാതെ അലർജി ആരെങ്കിലും കുറ്റം പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. Fan does not just blow air. It acts like a vacuum for dust mites and dead skin cells, shooting them directly into your sinuses for 8 hours straight. ഫാൻ വാക്യൂം ക്ലീനർ പോലെ അല്ല വർക്ക് ചെയ്യുന്നത്. ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് എയർ തള്ളുകയാണ് ചെയ്യുന്നത്. വാക്യൂം ക്ലീനർ ഉള്ളിലേക്ക് അകത്ത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈനസിനകത്തുള്ള കോൺസ്റ്റന്റ് അറ്റാക്ക് ഒന്നും അല്ല ഫാൻ ചെയ്യുന്നത്. And here is the part nobody talks about. While your sinuses are under attack, your skin is losing moisture it cannot get back. You wake up dry, inflamed and depleted, and your body spend the whole night fighting instead of healing. ഇതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ രാത്രി മുഴുവൻ ഇങ്ങനെ ശരീരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് കാരണം ശരീരത്തിന് ആവശ്യത്തിനുള്ള റെസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. ഈ ഡസ്റ്റ് മൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഡസ്റ്റ് മൈറ്റ്സ് അല്ലെങ്കിൽ ഈ ബെഡ് ബഗ്സ് എന്നൊക്കെ പറയുന്ന സാധനത്തിന് ശരിക്കും പറന്ന് കിടക്കാനൊന്നും കഴിവുള്ളതല്ല. അത് മറ്റേ ഫ്ലീസിനെയൊക്കെ പോലെ ചാടാനും പറ്റില്ല. ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു വിടവുകളൊക്കെ കാണുകയാണെങ്കിൽ അങ്ങോട്ട് കയറിയിരിക്കുക എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ട് കഴിക്കുന്നത് സ്കിൻ സെൽസാണ്, അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്ന സ്കിൻ സെൽസിനെയാണ് ഇത് കഴിക്കുന്നത്. അത് ബെഡിൽ തന്നെയാണ് ഉണ്ടാവാറ്, അല്ലാതെ ഫാൻ അടിച്ച് പറത്തിക്കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. പറക്കാൻ പറ്റില്ല, ചാടാൻ പറ്റില്ല, പറന്ന് നടക്കാനും പറ്റില്ല. പിന്നെ ആകെപ്പാടെ അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ളത് ചത്ത് കഴിയുമ്പോൾ അതിൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ക്രീറ്റയോ ഏതെങ്കിലും ഒരു സാധനത്തിന് വേണമെന്നുണ്ടെങ്കിൽ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബെഡ് ബഗ് എന്ന് പറയുന്നത്. എന്താണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഇവർ നോക്കിക്കഴിഞ്ഞാൽ പല അഫിലിയേറ്റ് ലിങ്ക്സും കാണാൻ പറ്റും. ആമസോണിലേക്ക് എത്തുന്ന കുറേ ഹെർബൽ പ്രോഡക്ട്സ്, മറ്റേ ചെടി കൊണ്ടുണ്ടാക്കിയത്, അശ്വഗന്ധം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വിൽക്കുകയാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. ഡെയിലി ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സിനായിട്ട് അവരെ ഫോളോ ചെയ്യാനാണ് അവർ പറയുന്നത്. അവർ ഓരോ ദിവസവും പുഷ് ചെയ്യുന്നത് ആളുകളുടെ ഭീതി അല്ലെങ്കിൽ പേടി മുതലെടുത്ത് ചെയ്യുന്നതാണ്. അവരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഫേസ് തന്നെ ആയിരിക്കണമെന്നില്ല. ഇത് ചിലപ്പോൾ ഒരു AI ഫേസ് ആയിരിക്കും, അതിൻ്റെ പിന്നിൽ ഒരു ആളുണ്ടെന്നുള്ളത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം.